കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് എൻ്റർടൈനിങ് ആയിരുന്നു, അതുകൊണ്ട് ഉറക്കമൊന്നും വന്നില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറായിരുന്നു. കാര്യം ഞാൻ അല്ല വർത്തായിട്ട് തോന്നിയില്ല. ഇല്ല അങ്ങനെ പറയത്തില്ല, കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് എൻ്റർടൈനിങ് ആയിരുന്നു, സോ കുഴപ്പമില്ല. അങ്ങനെ വെറുത്തില്ല. ക്ലീശയാണ്, കുറച്ച് ക്ലീശയാണ്. അങ്ങനെയൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം കുഴപ്പമില്ലായിരുന്നു, കണ്ടോണ്ടിരിക്കുക. കുറച്ചൊക്കെ ക്ലീശയും ക്രിഞ്ചുവാ. എന്തായാലും ആ മോബിയസ് ഉണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഇറങ്ങിയ, അതിലിറങ്ങിയതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഉറങ്ങിയൊന്നുമില്ല, തുടക്കമൊക്കെ കണ്ടോണ്ടിരിക്കുള്ളൂ. ഇപ്പം എടുത്ത് വെച്ചേക്കുന്ന രീതി ആ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഒരു നൈസായിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഒരു വില്ലനെ കൊണ്ടുവരും, എന്നിട്ട് ക്ലീശയാക്കും. വില്ലനെ ഹീറോയുടെ ഇൻട്രോ ഒക്കെ കൊണ്ടുവരും, ഹീറോയെ വില്ലനെ തോപ്പിക്കുക. അതേ സെയിം ടെംപ്ലേറ്റ്, സെയിം സാധനമാണ്. എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ് പോയത്. എന്തായാലും ഈ ഒരു മാർവൽ മൂവി വരുമ്പോൾ ക്യാമിയോസ് ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കുമല്ലോ, അങ്ങനത്തെ രീതിയൊന്നും ഇല്ല. അതൊന്നും ഇല്ലാതെ അങ്ങ് പോയതുകൊണ്ട് ചുമ്മാ കണ്ടോണ്ടിരിക്കും. വൺ ടൈം വാച്ച്, അത്രേ ഉള്ളൂ. എന്നാൽ ഇറങ്ങി ഇരിക്കൂല, ഇറങ്ങി അങ്ങ് വരും. കുഴപ്പമില്ല, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ ആകെ 20 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. മോശം വലുതായിട്ടൊന്നുമില്ല. CGI ഒക്കെ ഇച്ചിരി മോശം. കരഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് സ്റ്റോറി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ല സ്പൈഡർവേഴ്സായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഈ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്നു, കഥ തീർക്കുന്നു, പെട്ടെന്ന് തീർന്ന മാതിരി തോന്നി. അങ്ങനെ വലിയ റെഫറൻസ് ഒന്നുമില്ല. അല്ല അത് മാർവൽ മൂവീസൊക്കെ കണ്ടിട്ട് ഇത് കണ്ട് നോക്കുമ്പോൾ ഒന്നും തോന്നില്ല. പിന്നെ സോണിയുടെ ആയാലും ആ ക്വാളിറ്റിയാണ്, അത്ര പോരാ. വലിയ മാൾ ഫാൻസ് ആയാലും അങ്ങനെ വലിയ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല എനിക്ക്. ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പ്രതീക്ഷ അത്ര നിർത്തത്തില്ല. തോന്നുന്നു ബിരിയാണി കഴിക്കാൻ തോന്നുന്നു.